സംസ്ഥാനത്ത് LDF ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. കേരളം മുഴുവൻ, കേരളം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ ആ കാര്യം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നവകേരളത്തിലേക്കുള്ള പുതിയൊരു ചവിട്ടുപടിയായിട്ടാണ് ഈ ബഡ്ജറ്റിനെ ലോകം വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പ്രതിപക്ഷ ഗവൺമെൻറ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ബദൽ മുന്നോട്ടേക്ക് വെക്കുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രതികൂല സാമ്പത്തിക അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നേറും എന്നതിൻ്റെ നിശ്ചയദാർഢ്യം, അതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ബഡ്ജറ്റ്. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച കേരളം ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഈ ബഡ്ജറ്റിലും അതിൻ്റെ സമീപനം അതുതന്നെയാണ് പ്രധാനമായിട്ട്. ഇന്ത്യ ഗവൺമെൻറ് ആഗോളവൽക്കരണ നിലപാടുകൾ അംഗീകരിച്ച് കേരളത്തിലെ ഏതാണ്ട് 30% വരുന്ന ജനങ്ങളുടെ ജീവിതം താരതമ്യേന പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് LDF സർക്കാർ നേരെ വിപരീത ദശയിലെങ്ങനെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഈ 30% ജനതയെ മുന്നോട്ടേക്ക് നയിക്കാം എന്ന ആസൂത്രിതമായ ഇടപെടലിലൂടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഈ ജനവിഭാഗങ്ങളെയാകെ കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശ്രമം. ഇടതുപക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. എന്താണ് ഇടതുപക്ഷം എന്നുള്ള ചോദ്യമുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണവർഗം, അത് പഴയ കോൺഗ്രസും ഇപ്പോഴും കോൺഗ്രസ് ഭരണവർഗം തന്നെയും, അതേപോലെ തന്നെ BJPയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായി അദാനിമാരെയും അംബാനിമാരെയും രൂപപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വർഗം. അവരുടെ താല്പര്യമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. കുത്തക മുതലാളിമാരുടെ താല്പര്യം, ശതകോടീശ്വരന്മാരുടെ താല്പര്യം. എന്നാൽ എന്താണ് ഇടതുപക്ഷം എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. ഇടതുപക്ഷം ഈ ദിശയിൽ നിന്ന് മാറി സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിന് അത്യാവശ്യമായി വരുന്ന പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള സേവന മേഖലയിലുള്ള ഇടപെടൽ ഉൾപ്പെടെ എല്ലാം വർഗ വീക്ഷണത്തോടെ, എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പദപ്രയോഗത്തിലൂടെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്ന അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനാവുക.
ഈ വർഗക്കൂറോടുകൂടിയാണ്, ഈ വർഗപരമായ നിലപാടോടുകൂടിയാണ്. കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ വർഗ നിലപാട് എല്ലാ കാലത്തും സുവ്യക്തമാണ്. ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്യുന്ന, ഫിനാൻസ് മൂലധനവുമായി അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇന്ത്യയിൽ തന്നെ കുത്തക മുതലാളിമാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. അതിൻ്റെ തന്നെ തുടർച്ചയിലാണ് ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്നവരാണ് BJPക്കാർ. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇടത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വായ്ത്താരിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നതിനോടൊപ്പം ആശമാർ, അംഗൻവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരകന്മാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, ഗിഗ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാവരോടുമുള്ള കരുതൽ ഈ ബഡ്ജറ്റിൽ കൃത്യമായി ധനകാര്യ വകുപ്പ് മന്ത്രി കണ്ടിരിക്കുകയാണ്. എല്ലാ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന നടപടികളായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വർഗഭീഷണത്തോടെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ, ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ബാങ്ക് വായ്പ ഹൈക്കോടതി പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയില്ല. കേന്ദ്ര സർക്കാർ അന്ന് തന്നെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി എഴുതി തള്ളുമെന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അന്ന് തന്നെ സംസ്ഥാന ബാങ്ക്, കേരള ബാങ്ക്, അവരുടെ കടം എഴുതി തള്ളാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി പറഞ്ഞിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കാണാനാകുന്നത്. ബിരുദ പഠനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമൂഹം എന്ന രീതിയിൽ കേരളത്തിന് കൂടുതൽ ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഇപ്പോൾ +2 വരെയാണ് സൗജന്യമായിട്ടുള്ളതെങ്കിൽ ഇനി ബിരുദ പഠനം സൗജന്യമാക്കുക എന്നത് ഇന്ത്യയിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ ആ ചുവടുവെപ്പോടെ നീങ്ങുന്നത്. എല്ലാവരെയും സാക്ഷരരാക്കിയിട്ടുള്ള സംസ്ഥാനത്ത് സ്കൂൾ പഠനം മുമ്പ് തന്നെ സൗജന്യമാണ്. ഇനിയിപ്പോൾ ബിരുദ പഠനവും സൗജന്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉന്നം. ബിരുദ പഠനം സൗജന്യമാക്കുന്നതോടെ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗവേഷണ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും മാധ്യമപ്രവർത്തകരുടെ പെൻഷനും വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരോടുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കുമെന്ന് നേരത്തെ നൽകിയ വാഗ്ദാനം ഇപ്പോഴും പാലിക്കുകയാണ്. DA കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും അഷ്യൂർഡ് പെൻഷൻ സംവിധാനം ഇപ്പോൾ ജീവനക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമാണ്, നടപ്പിലാക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുതാപരമായ മനോഭാവമാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം കോടി രൂപ വിവിധ ഇനങ്ങളിലായി നമുക്ക് നൽകുന്നില്ല എന്നുള്ള സത്യം. അതേപോലെ തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും ജീവനക്കാരുടെ DA ഉൾപ്പെടെ, പെൻഷൻകാരുടെ DA ഉൾപ്പെടെ കൊടുത്തു തീർക്കും. അതിനാവശ്യമായ കരുതൽ ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക്
ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം റോഡിൽ കിടക്കുന്നവരെ ആശുപത്രിയിലേക്ക് നീക്കുക എന്നുള്ളത് പോലും പലപ്പോഴും അതിൻ്റെ അനന്തര സാമ്പത്തിക ബാധ്യത ഓർത്ത് പലരും തയ്യാറാവുന്നില്ല. അപ്പോൾ ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടി നടപ്പിലാക്കാൻ ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലക്ക് ബജറ്റിൽ പുതിയ മുൻഗണന നൽകുന്ന സാഹചര്യത്തിൽ ഇതുകൂടി ഇപ്പോൾ വ്യക്തമായി നടപ്പിലാക്കും. 5 ദിവസം പണരഹിത ചികിത്സ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകുമെന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പശ്ചാത്തല സൗകര്യ മേഖലയിലും വലിയ തോതിലുള്ള പുരോഗതിയും മുന്നോട്ടുള്ള യാത്രയുമാണ് ബഡ്ജറ്റ് മുന്നോട്ടേക്ക് നോക്കുന്നത്. റോഡുകൾക്കും പാലങ്ങൾക്കും മതിയായ തുക അനുവദിച്ചു. 2269 കോടി രൂപ ചെലവിൽ വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണി തുടങ്ങി. ഇനി കട്ടപ്പന തേനി തുരങ്കപാതയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. കാർഷിക വ്യാവസായിക മേഖലകളിലും IT അനുബന്ധ മേഖലകളിലും വികസന കുതിപ്പിന് സഹായകമാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ വച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം മാത്രമല്ല, മലയാളികൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവരെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന നവകേരളത്തിലേക്കുള്ള കേരളത്തിൻ്റെ ഈ പുതിയ ബഡ്ജറ്റ് അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ത്രാണിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ചർച്ച സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ത്രാണി പോലും ഇല്ല. എന്നിട്ട് അവർ പറയുന്നത് കേരളത്തിൻ്റെ മുഖം തന്നെ മാറ്റിമറിക്കാൻ ശേഷി പര്യാപ്തമായ വിധത്തിലുള്ള ഈ ബഡ്ജറ്റിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായോഗികമല്ല എന്നാണ് അവരാകെ പറയുന്ന പ്രയോഗം. ഇത് വളരെ ഏതാണ്ട് 3 മണിക്കൂർ എടുത്തിട്ടാണല്ലോ അവതരിപ്പിച്ചത്. വായിക്കാൻ അത്രയുണ്ട്. അതിൻ്റെ മേലെ നോക്കിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പ്രായോഗികമല്ല. അങ്ങനെയുള്ളൊരു ചർച്ചയാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പുത്തരിയായ ഒരു അനുഭവമായിരിക്കുന്നു. ഞങ്ങൾക്കല്ല എന്ന് ഞാൻ ആദ്യം പറയായിരുന്നു. നിങ്ങൾക്ക് കൂടി അത് അനുഭവവേദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പേര് മാറ്റം മാത്രമേ ഉള്ളൂ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരേ ഒരു പദം പോലും മാറ്റാതെ അതേ പ്രയോഗമാണ്. ധനമന്ത്രി അവതരിപ്പിച്ചത് ബഡായി ബഡ്ജറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പായതോടെ അപ്രായോഗികമായ ബജറ്റായി എന്നാണ് ഐസക്കിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് കൂടി ഒന്ന് കൂട്ടി വെച്ച് പരിശോധിച്ച് നോക്കും. ഇപ്പോൾ പറഞ്ഞത് കൂടി പേര് മാറ്റാണ്. പറഞ്ഞ ആൾ പേര് മാറ്റാണ്, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളുടെ പേരും മാറ്റാണ്. 2021 ജനുവരി 15 തൻ്റെ സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അപ്പോൾ സമാനമായ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതാണ് അത് സംബന്ധിച്ച് പറയേണ്ടത്. UDFകാർക്ക്, പ്രതിപക്ഷക്കാർക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഈ ജനകീയ മുഖം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ബദൽ എന്താണ് എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമല്ല, ചർച്ചയ്ക്ക് പോയാൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അത് തമസ്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രതികരണം. ഇനിയിപ്പോൾ തെറ്റായ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF ആയാലും BJP ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരമ്പര കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്.
പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് വിമർശനാത്മകമായ രീതിയിൽ ഉന്നയിക്കാനുള്ള അവരുടെ അവകാശം ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു വികസന പ്രവർത്തനവും നടത്താൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന UDF-നോടും അതുപോലെ BJP-യോടും എന്താണ് പറയുക? നമുക്കറിയാം, ഇവിടെ നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസന വിരുദ്ധമായ നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. ഇപ്പോൾ ഓരോരോ ഉദാഹരണം പറഞ്ഞാൽ, സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെയെല്ലാം രാഷ്ട്രീയ വിരോധം വെച്ച് തകർക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് UDF-ൻ്റെ സ്ഥിരം പരിപാടിയാണ്. എന്നാൽ 10 കൊല്ലമായി ആവാൻ പോവാണ്. ഇന്നേ വരെ പ്രതിപക്ഷ നേതാവ് എന്ന VD സതീശൻ നിയമസഭക്കകത്ത് ഏതെങ്കിലും ഒരു അഴിമതി സംബന്ധിച്ച് എഴുതി കൊടുത്ത് ഒരു അഴിമതി ആരോപണം ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ എന്നോട് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കഴിവുകളാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു അഴിമതി ആരോപണം. ഇപ്പോൾ ഇനി കഴിഞ്ഞ 5 കൊല്ലം വിട്ട ഇക്കൊല്ലം 4 കൊല്ലം 4.5 കൊല്ലം 4.25 കൊല്ലം ഒരഴിമതി ആരോപണത്തെ പറ്റി ഇന്നേ വരെ എഴുതി കൊടുത്ത് അസംബ്ലിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാൻ അവർക്ക് ഇടയുണ്ടായിട്ടില്ല. എന്നാൽ പുറത്ത് നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിക്കുക മാത്രമല്ല, അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ പോയിട്ടുള്ള നിരവധി കേസുകളുടെ വിധി വന്ന് വരികയാണ്, കൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? അവർ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ മെച്ചപ്പെട്ട വികസന പാതയിലൂടെ കേരളം മുന്നോട്ടേക്ക് പോകുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഓരോന്നിനോടും ഇവരെടുത്ത സമീപനം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഫ്ബി. കിഫ്ബി ഏതാണ് 96,000 കോടി രൂപയുടെ പദ്ധതി കേരളത്തിലെ ബഡ്ജറ്റിന് പുറമേ നടപ്പിലാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ്. 96,000 കോടി രൂപയുടെ വികസന, അതിലും പ്രത്യേകിച്ച് നിക്ഷേപം, നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാറ്റിനും വളരെ മുമ്പന്തിയിൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ കിഫ്ബി. അതിനെതിരായിട്ട് കേസ് കൊടുത്തല്ലോ. അതിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നീട് K-ഫോണിൻ്റെ പ്രശ്നം വന്നപ്പോൾ കേസ് കൊടുത്തല്ലോ. കോടതി എന്താ ചെയ്തത്? നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേസിൻ്റെ വിധി അധികം പ്രസിദ്ധീകരിക്കാറില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. 2 കാര്യത്തിലും കോടതി തെറ്റായിരുന്നു എന്ന് കേസ് കൊടുത്തവർക്ക് നേരെയാണ് വിധി വന്നത്. തോട്ടപ്പള്ളി മണൽ വാരൽ കേസ്, ബ്രൂവറി ആരോപണം, ബന്ധുനിയമന കേസ്, തോട്ടണ്ടി ഇടപാടിലെ അഴിമതി കേസ്, ഡാം തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കി എന്ന കേസ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്, കോവിഡ് കാലത്തെ PPE കിറ്റ്, ഈ എല്ലാ കേസിലും കോടതിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പോയ എല്ലാ കേസിലും വിധി ഗവൺമെൻറ്റിന് അനുകൂലവും നിങ്ങൾക്കെതിരുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വികസന പാതയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഒരുപാട് കേസുകൾ വരികയുണ്ടായി.
കോൺഗ്രസിൻ്റെ MLA തന്നെ മാത്യു കുഴൽനാടൻ താഴേക്ക് കോടതി മുതൽ തോറ്റ് ഞാൻ അപ്പീൽ പോകും എന്ന് ഒരു വാശിയോടുകൂടി പോയിട്ട് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വാക്കീസ് തള്ളി. പിന്നെ അപ്പീൽ എന്ന് പറയാനുണ്ടായില്ല, അവസാനിച്ചു അവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴേറ്റവും അവസാനമായി സ്പ്രിംഗ്ലർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൻ്റെ വിധിയാണ് ഏറ്റവും അവസാനം വന്ന വിധി. എന്തായിരുന്നു പറഞ്ഞത്? സ്പ്രിംഗ്ലർ ലോകോത്തരമായ രീതിയിൽ കള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന, നമ്മുടെ ഡാറ്റ മുഴുവൻ കട്ടുകൊണ്ടുപോകുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി എന്നെല്ലാം പറഞ്ഞിട്ട് യാതൊരു മയമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടൂളിനെ അതിശക്തിയായിട്ട് വിമർശിച്ച് കേസിലേക്ക് പോയി. ഇപ്പോൾ ആ കേസിൻ്റെ വിധി കൃത്യമായിട്ട് വന്നു. അതിലിപ്പോൾ കേസിൽ പോയവരുടെ കൂട്ടത്തിൽ 3 ആളുണ്ട്. അന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, BJPയുടെ സുരേന്ദ്രനുണ്ട്. 3 ആൾക്കും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മതിയാക്കി. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ കോവിഡ് പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കേരളം നടത്തിയ ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയിൽ ഇടങ്കോലിട്ട് അതിനെ തകർക്കാൻ ശ്രമിച്ച കോടതിയുടെ ഇപ്പോൾ വന്ന വിധി വെച്ചുകൊണ്ട് മാപ്പ് പറയണം. VD സതീശനും പറയണം, രമേശ് ചെന്നിത്തലയും പറയണം, അതുപോലെ BJP നേതാവ് സുരേന്ദ്രനും പറയണം. ആളുകളെ വഞ്ചിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? എന്തും പറയാം, എന്തും ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്തു എന്നുള്ളത് മാത്രമേ വാർത്തയുള്ളൂ. ആ വാർത്തയ്ക്ക് ശേഷം ഇപ്പോഴും ആ കേസ് തള്ളിയപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ നിങ്ങൾ ആരെങ്കിലും വാർത്ത കൊടുത്തോ? അത് ഞാൻ എപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കത് താല്പര്യമില്ല, പക്ഷെ ഞങ്ങൾക്കതിൽ നല്ല താല്പര്യമുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ബജറ്റ് സ്പേസില്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി. സ്പേസ് വരില്ലോ, നാളെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവുമല്ലോ. കൊടുക്കും, നമുക്ക് നോക്കാം. അങ്ങനെ എന്താ കൊടുക്കും? ഞാനീ പറഞ്ഞത് മാപ്പ് പറയണം എന്ന് പറഞ്ഞത് കൊടുക്കുമെന്ന് നോക്കട്ടെ. പറയണ്ടല്ലേ, ന്യായമായി പറയണ്ടല്ലേ. സ്പ്രിംഗ്ലർ പ്രശ്നത്തിൻ്റെ മേലെ നിങ്ങൾ വേവലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാലും കൂടെ കൊടുക്കൂല. അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എഴുതി കൊടുത്താൽ പോലും കൊടുക്കൂല. ഇതിനെല്ലാം മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ് എന്നുള്ള നല്ല ധാരണയിലാണല്ലേ നമ്മളെല്ലാം. അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സംവിധാനത്തെയാണ് കണ്ടോളൂ. നിങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ശമ്പളം വാങ്ങി കൂലി വാങ്ങി ജീവിക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്ക് എന്താ തർക്കമില്ല. അതിന് നിങ്ങൾ വേറാവണ്ട, നിങ്ങൾക്ക് വേണ്ടി വേറാവാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. അതതിൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടേ അവരെ അവതരിപ്പിക്കുള്ളൂ. സ്പ്രിംഗ്ലർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കോവിഡ് പശ്ചാത്തലത്തെ വളരെ വേഗം മറികടന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായൊരു ഡാറ്റ ശേഖരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്. അതിനെ പാരവെച്ച് എന്നിട്ട് അത് പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിൽ അമ്മാതിരിയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ചോർച്ചയുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ 3 പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ 3. ഒന്ന് കോൺഗ്രസിൻ്റെയാണ്, 2 VD സതീശൻ പ്രതിപക്ഷ നേതാവാണെന്ന് നിങ്ങൾക്കറിയാമോ. രമേശ് ചെന്നിത്തലയും ഇവർ 2 അതുപോലെ തന്നെ സുരേന്ദ്രനും BJP നേതാവ്. അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. ഈ ഓരോന്നിനും പറയണം. ഈ സ്പ്രിംഗ്ലർ ഏറ്റവും അവസാനം വന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. അതാണ് കാര്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഗതിയെ തുരങ്കം വെക്കുക എന്നതാണ് UDFൻ്റെ നയസമീപനം എന്നതാണ് വസ്തുത. ഇവർക്കിത് ചർച്ച ചെയ്യാൻ പോലുമുള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ത്രാണിയില്ല. എന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ നിങ്ങൾ മുമ്പ് പറഞ്ഞതും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും എല്ലാം ഒരേ പദം സെൻറ്റൻസ് പോലും മാറ്റമില്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സ്പ്രിംഗ്ലർ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് ഉന്നയിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ വിധി വന്നപ്പോൾ അവർക്കും അതിൻ്റെ മേലെ കാര്യമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ വിവാദങ്ങൾ തുടർച്ചയായി സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിട്ടുള്ള കാര്യം. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ അതിൻ്റെ വികസന നിലപാടുകൾ സംബന്ധിച്ചോ അത് നൽകുന്ന വിവിധ തലങ്ങളിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളിലുള്ള കൃത്യമായ കരുതലോടുകൂടിയുള്ള സമീപനത്തെ സംബന്ധിച്ചോ അവർക്കൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. ഇതാണ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ളത്. അതേപോലെ ഇന്ന് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ രാജ്യത്ത് നടക്കുകയാണ്. ഇന്നിവിടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലാ കേന്ദ്രത്തിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വർഗീയതയെ കരുതിയിരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ മുൻനിർത്തിയുള്ള ക്യാമ്പയിൻ നടക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ട്, എല്ലാ ജില്ലാ കേന്ദ്രത്തിലും. വർഗ ഭോജന പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന് വലിയ രീതിയിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തനം നടക്കുന്ന ഇന്ന് തന്നെ BJPയും കോൺഗ്രസും തമ്മിൽ ചേർന്ന് ഐക്യപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ട്. മറ്റത്തൂർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റത്തൂരിലാണ് എല്ലാ കോൺഗ്രസ്സുകാരും BJPയിലേക്ക് ചേർന്നത്. BJPയിലേക്കോ അല്ലെങ്കിൽ BJP അനുബന്ധത്തിലേക്കോ മാറി. ഇന്ന് ഈ രക്തസാക്ഷി ദിനത്തിലും കോൺഗ്രസും BJPയും പരസ്പരം ചേർന്ന് ഒരു വൈസ് പ്രസിഡന്റിന് വേണ്ടി, ഒരു മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിന് വേണ്ടി അവർ യോജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ചവർ തന്നെയാണ് മാറി BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ പണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങയുടെ പുളി കൃത്യമായിട്ട് മനസ്സിലാകുക അണ്ടിയൂടെ എടുക്കുമ്പോഴാണ് എന്ന് പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരുടെ തനി നിറം വീണ്ടും പുറത്തു പോകും. ഇതാണ് അവസ്ഥ. ഇപ്പോൾ തുടർന്ന് യഥാർത്ഥത്തിൽ ഇവർ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലയിലും ഈ BJPയും അതുപോലെ തന്നെ RSSും ചേർന്ന് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പല സ്ഥലത്തും ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ടാണ് വർഗീയതക്കെതിരായിട്ട് പൊരുതു വന്ന് VD സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറുമില്ല. അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഏതായാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന ജനക്ഷേമകരമായ ബഡ്ജറ്റ് തന്നെയാണ്. ജീവനക്കാർക്കും ഇടത്തരക്കാർക്കുമെല്ലാം ആശ്വാസം നൽകുന്ന കൃത്യമായ ഒരു അവതരണമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാവി വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. SIRുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുക. പൗരത്വ രജിസ്റ്റർ വെക്കുക, തയ്യാറാക്കുക എന്നതുകൂടിയാണ് SIRൻ്റെ ഉന്നം എന്ന് അത് നടപ്പിലാക്കാൻ പുറപ്പെടുന്ന ആദ്യഘട്ടത്തിൽ തന്നെ CPIM വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വകാര്യതയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ വോട്ടർമാരെ ചേർക്കുന്നത്, തള്ളാൻ കൊടുക്കുന്നത്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി ചേർക്കുന്നത്, ഇതെല്ലാം BLOമാരുടെ അറിവോടുകൂടിയായിരിക്കണം എന്നും അത് BLAമാർക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് നൽകണമെന്നും മുമ്പേ തീരുമാനിച്ചതായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കോപ്പി നൽകണമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. സുതാര്യമായല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടുകളാണ് പുതുതായിട്ട് ചേർക്കപ്പെടുന്നു എന്നുള്ള കണക്ക് കാണുന്നത്. ആരാ അത് കൊടുത്തത് എന്നുള്ളതിന് ഒരു കണക്കുമില്ല. BLO അത് കാണുന്നുമില്ല. അങ്ങനെയുള്ളതും വരുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് BLOമാർ മുഖേന BLAമാർക്ക് കൊടുക്കാനും
അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കിതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ സാധിക്കത്തക്ക രീതിയിൽ അവരെ പ്രാപ്തമാക്കാനും കഴിയുന്ന നിലയിലല്ല ഇപ്പോൾ SIR-ൻ്റെ മുന്നോട്ടുള്ള യാത്ര. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന 21-നാണത് പ്രസിദ്ധീകരിക്കുന്നവർ പറയുന്നത്. സുപ്രീം കോടതി കൂടി ഇടപെട്ട പശ്ചാത്തലത്തിൽ 2 ആഴ്ചയെങ്കിലും അതിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള, അപ്പോഴാണല്ലോ നമുക്ക് കിട്ടുക, നമ്മുടെ കയ്യിലേക്ക് കിട്ടുക, പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരവസരം നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDF-ൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന 2-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലും ഇവിടെ തിരുവനന്തപുരത്ത് CEO-ൻ്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തണം എന്നിപ്പോൾ LDF തീരുമാനിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അടിമുടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വോട്ട് ഒഴിവാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ചേർക്കുന്നത് പോലും വളരെ ദുരൂഹമായ, സുതാര്യതയില്ലാതെ, എവിടെ എന്ന് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് വളരെ ശക്തിയായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് പൊതുവായിട്ട് പറയുന്നത്. പക്ഷേ ബജറ്റ് നല്ല ബജറ്റ് എന്ന് പറയുമ്പോൾ ഈ ശമ്പള കമ്മീഷൻ അത് പ്രഖ്യാപിച്ചത് വളരെ വൈകി, ഇനിയിപ്പോൾ 3 മാസം നടപ്പാവില്ല എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അല്ല, വിമർശനം മുഴുവൻ വരുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനം വരില്ല എന്നല്ലല്ലോ, ഞങ്ങളിത് നടപ്പിലാക്കാൻ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. നിങ്ങളാരും വേറെ ആരും ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു പോവുകയേ കൊണ്ട് ഞങ്ങളല്ലേ നടപ്പിലാക്കേണ്ടത്, നിങ്ങൾ എവിടെ നടപ്പിലാക്കുക? പണ്ടാരോ പറഞ്ഞ പോലെ ഈ ഞങ്ങൾ നടപ്പിലാക്കാനാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 3-ാം ടേമിലേക്കും വരും, ഞങ്ങൾ നടപ്പിലാക്കും. ഞങ്ങളിതിന് മുമ്പ് എന്തെല്ലാം പറഞ്ഞിട്ടോ അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. നടപ്പിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് 10 കൊല്ലത്തിൻ്റെ അനുഭവം. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പം, ഞങ്ങളെന്നല്ല വരാൻ പോകും. അല്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തന്നെ വരികയില്ലേ, ഞങ്ങൾ തന്നെ തുടരുകയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ വിഷമം? അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തന്നെ തുടർന്ന് മുമ്പോട്ടേക്ക് പോയി അത് പരിഹരിച്ച് കൃത്യമായിട്ട് നടപ്പിലാക്കി പോകും. പോരെ? അതെ അതെ, അത് ശരിയാണ്. ഇല്ല, ഇതാകുമ്പോൾ നല്ല ആത്മവിശ്വാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമിത ആത്മവിശ്വാസമില്ല. ഇതിപ്പോൾ സാധാരണ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകും. ഉറപ്പുണ്ട്, പൂർണ്ണമായി ഉറപ്പുണ്ട്. അവസാനത്തെ ശമ്പളം കിട്ടുമല്ലോ, അതിൻ്റെ 50% പെൻഷനായി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. അതിലൊരു സംശയത്തിനും ഇടയില്ല. അവസാനം വാങ്ങുന്ന, സർവീസ് പൂർത്തിയാകുമ്പോൾ വാങ്ങുന്ന പെൻഷൻ്റെ 50%, അല്ല പെൻഷൻ്റെ അല്ല, ശമ്പളത്തിൻ്റെ 50% പെൻഷനായിട്ട് കിട്ടുക. അതാണ് ഇൻഷുർഡ് പെൻഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിൽ ഓപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞു, ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. അത് വേണ്ടവർക്ക് അത് അങ്ങനെ തുടരാൻ, എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കും. അല്ല, ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? പേരിൻ്റെ പ്രശ്നമല്ല, കൃത്യമായിട്ട് പെൻഷൻ. അതായത് ഇപ്പോൾ 30 കൊല്ലം സർവീസുള്ള ഒരാൾക്ക് പിരിയുമ്പോൾ എത്രയാണോ അപ്പോൾ വാങ്ങിയിട്ടുള്ള ശമ്പളം അതിൻ്റെ പകുതിയാണ് പെൻഷനായിട്ട് ലഭിക്കുക. അതായത് പെൻഷൻ വാങ്ങി എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പേരെന്ത് എന്നുള്ളതല്ല, ആ പെൻഷൻ ലഭിക്കത്തക്ക രീതിയിലാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക സ്ട്രക്ചറിൽ രൂപയുടെ മൂല്യം കുറഞ്ഞതനുസരിച്ച് ശമ്പളം കാലക്രമം മാറുമ്പോൾ ലാസ്റ്റ് ശമ്പളത്തിൻ്റെ പകുതി എന്ന് പറയുമ്പം വലിയ ചെറിയ തുകയായി ഭാവിയിൽ മാറും. അല്ല, മുമ്പ് എത്രയായിരുന്നു പെൻഷൻ അറിയോ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. മൂല്യം കുറഞ്ഞതിൻ്റെ ഉത്തരവാദി ഞങ്ങളാരുമില്ലല്ലോ, കേരള ഗവൺമെൻറ്റോ ഒന്നുമല്ലല്ലോ. അത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൽ നിക്ഷിപ്തമായ ഒന്നാണ്. മുതലാളിത്ത വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതിസന്ധിയാണത്. അത് അങ്ങനെ മനസ്സിലാക്കിക്കോളണം. അതൊക്കെ ഉണ്ട്. ആ, ശ്രീധരൻ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കേന്ദ്രം പറഞ്ഞു എന്നുള്ള വിവരമൊക്കെ വന്നതിന് ശേഷം, കേന്ദ്രം പറഞ്ഞു എന്നുള്ള വിവരം വന്നാൽ പോരല്ലോ, കേന്ദ്രം പറയണ്ടേ? കേന്ദ്ര റെയിൽവേ മന്ത്രി അതിനുശേഷം കണ്ട് സംസാരിച്ചല്ലോ. സംസാരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിക്ക് ഇതിൻ്റെ വിവരമില്ല. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ദിവസം തന്നെ, അതായത് ശ്രീധരൻ പറഞ്ഞതിന് ശേഷം
നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് ഈ RRTS ആണോ അതോ ശ്രീധരന്റെ പദ്ധതിയാണോ? ഞങ്ങൾ എന്തിനാണ് ഇത്ര ഈ ഒരു ആവശ്യമില്ലാത്ത ചോദ്യം? നമുക്ക് വേണ്ടത് എന്താ? കേരളയിലായാലും ഇനി ഇപ്പോൾ ശ്രീധരൻ്റെതായാലും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത് ഏതായാലും ഒരു അതിവേഗ അല്ല അർദ്ധവേഗ ട്രെയിൻ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണം. അതിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ? ഉണ്ടോ? അത് പറ, അത് ആദ്യം അതിൽ തർക്കമുണ്ടോ? ആ തർക്കം UDF-നുണ്ട്. ഞങ്ങൾ കേരളയിൽ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു തർക്കം? UDF അതിനെ കുറ്റി പൊരിക്കാനില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സാഹസികമായ രീതിയിൽ പ്രവർത്തിച്ചത്? കുറ്റി പൊരിക്കാൻ നടന്ന കുറേയാണ്. കുറ്റിയുടെ കേരളയിൽ തന്നെ എന്താ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ സംയുക്തമായിട്ട് അത് മനസ്സിലായില്ലേ ആരാ പറഞ്ഞത്? അനുമതി. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ജോയിന്റ് വെഞ്ചറിന്റെ ഭാഗമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്താൽ ആവശ്യമായ സഹായവും ആവശ്യമായ പിന്തുണയും ഞങ്ങൾ നൽകും എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി വെച്ചിട്ടാണ് ആ പരിപാടി ആരംഭിച്ചത്. വെറുതെ ആരംഭിച്ചതല്ല. അത് എപ്രൂവലപ്പം കിട്ടുക? കേൾക്ക്, എപ്രൂവലപ്പം കിട്ടുക? വെറുതെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു എപ്രൂവലപ്പം കിട്ടുക? എന്തെല്ലാം കടമ്പകൾ കടന്നതിന് ശേഷമാണ് ഒരു പരിപാടിക്ക് എപ്രൂവൽ കിട്ടുന്നത്? എന്താ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല? അത് രാഷ്ട്രീയമാണ്. അതെന്താ നിങ്ങൾ പറയാൻ പറ്റാതെ? അതെന്താണ്? അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? അതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വെക്കുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മുന്നോട്ടേക്ക് വെച്ച ഒരു പരിപാടിയെ ആ കേന്ദ്ര ഗവൺമെന്റ് തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാങ്ഷൻ തരാതിരുന്നു. പിന്നെ അത് വരുന്ന ഈ ഭൂമി എക്വിസിഷന്റെ നിയമം അറിയോ? ഇല്ല, അറിയാം. പഠിക്കണം. അത് പഠിക്കാദ്യം. അതായത് ഭൂമി പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെല്ലാം കേസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. തോന്നിയാസം കേസ് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുമാണ് ഇവർ എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കേസുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യം? ഞാനതിന് അച്ഛനെയും അമ്മയെയും കൊന്ന കേസിൽ കേട്ടോ, നിങ്ങൾക്കെന്താ ഇത്ര വെപ്രാളത്തിനാ? അച്ഛനെയും അമ്മയെയും കൊന്ന കേസിൽ പ്രതിയോട് അവസാനം ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പറയുമ്പോൾ എന്താ പ്രതി പറയുന്നത്? എൻ്റെ അച്ഛനുമില്ല, അമ്മയുമില്ല, ഞാൻ ഏകനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് കോടതി എന്നെ വെറുതെ വിടണം എന്ന ഇതാണ് അതിന് മറുപടി കേട്ടോ. അച്ഛനെയും അമ്മയെയും കൊന്നതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ടു പോയി, അച്ഛനുമില്ല എനിക്ക്, അമ്മയുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് എന്ത് നിങ്ങൾ എന്തില്ലാതാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു 25 കൊല്ലത്തിൻ്റെ അപ്പുറം വികസനത്തെ കണ്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചേർന്ന്, കേന്ദ്ര ഗവൺമെന്റ് അല്ലാണ്ടില്ല, കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഏതാണ്ട് തിരൂര് വരെ റെയിൽവേയുടെ ഭാഗമായിട്ടും അതിന് അപ്പുറത്തുള്ളത് പുതിയ ലൈനും എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് കാര്യങ്ങൾ തയ്യാറാക്കി DPR തയ്യാറാക്കിയത് അയച്ചവർ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റാണ് എന്നുള്ളതുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചത്. എന്നിട്ട് അത് കുറ്റിപൊരിക്കാൻ പുറപ്പെട്ട ആളുകളെ കുറ്റിപൊരിച്ചതിന്റെ അടിസ്ഥാനം വേറെന്തോ ആണെന്ന് വിചാരിച്ചില്ല പറയുന്നത്. അല്ല, ശ്രീധരന്റെ കാര്യം ഗവൺമെന്റ് പറയുന്നില്ല. അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ചെയ്തത്. എല്ലാ രേഖയുണ്ട്, പറഞ്ഞതിനെല്ലാം മുഴുവൻ രേഖയുണ്ട്. DPR തയ്യാറാക്കാൻ വേണ്ടിയുള്ള രേഖയുണ്ട്. DPR തയ്യാറാക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടയച്ച രേഖയുണ്ട്. എന്താ രേഖ? എവിടെ രേഖ പോയിന്നാ നിങ്ങളല്ല പറയുന്നതിന് വല്ല അവസ്ഥ വേണ്ടി? എല്ലാ രേഖയുണ്ട്. രേഖ ഇതൊന്നും ആർക്കൈവ്സിൽ പോയി പരിശോധിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് രേഖ വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ല, രേഖയില്ല. അല്ല, കേന്ദ്രം തന്നെ അംഗീകരിക്കാതെ ഇപ്പൊ സതീശൻ പറഞ്ഞല്ലോ. കേരളത്തിലെ കേരളയിൽ വേണ്ട, ഇനി ശ്രീധരൻ പറയുന്ന റെയിലാണ് വന്നോട്ടെ എന്നാണ്. അവസരവാദപരമാണ്. അവസരവാദം എന്ന് പറയുക ഇതിന്റെ പേരാണ് അവസരവാദം. അതൊക്കെ ഞങ്ങൾ ഒഴിവായിക്കോളും. അതിന് നിങ്ങൾ വായ്പണ്ട. ജനങ്ങൾക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിഷമവും പ്രയാസവും പരിഹരിച്ചുകൊണ്ടല്ലേ
കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഈ റെയിൽ വന്നാലും ഇനി വരാൻ പോകുന്ന റെയിൽ സംബന്ധിച്ചുള്ള കാര്യമായാലും ഒക്കെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെയും വി ഡി സതീശൻ്റെയും ആശങ്ക പരിഹരിക്കാൻ പറ്റില്ല കേട്ടോ. അത് വേറെയാ സൂക്കേട്. മാഷ് പറഞ്ഞത് പേരിലല്ല കാര്യം, വേഗം വന്നോട്ടെ. ശ്രീധരന്റെ പദ്ധതിക്കാണ് കേന്ദ്ര അനുമതി തരുന്നതെങ്കിൽ നമ്മൾ അതുമായിട്ട് പിന്നെ അതിന് സംശയം എന്താണ്? അതങ്ങിരിക്കും. ഞങ്ങളുടെ അതിലും തർക്കമില്ല. ഇന്നതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. വേഗം ഒരു 3 മണിക്കൂർ 54 മിനിറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഒരു 4 മണിക്കൂർ മുമ്പായിട്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താൻ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വന്നാൽ മതി. അത് ആരാ കൊണ്ടുവരുന്നത് ആര് കൊണ്ടുവരുന്നത് നമുക്ക് തരില്ല. പക്ഷേ ശ്രീധരൻ പറഞ്ഞത് ഈ RRT എന്ന് പറയുന്ന കേരളം ഇപ്പോൾ പറയുന്ന പ്രോജക്റ്റ് മണ്ടൻ പ്രോജക്റ്റ് ആണ്. അത് അദ്ദേഹം പറയുന്നില്ല. അയാൾ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയതല്ലേ. മണ്ടൻ പ്രോജക്റ്റിനെ പറ്റി ഞാനെന്തിനധികം പറയേണ്ട കാര്യം? ഞാനാണ് അടുത്ത കേരളത്തിന് മുഖ്യമന്ത്രി, അതിനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ശ്രീധരൻ. അതുകൊണ്ട് ഈ ശ്രീധരനെ പറ്റി എനിക്ക് ഞാൻ ഒരു ഉത്കണ്ഠയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അദ്ദേഹം തന്നെ മാറ്റിക്കൊള്ളൂ. എന്നാൽ ശ്രീധരൻ്റെ പരിപാടിയാണ് വരുന്നത്. ശ്രീധരൻ്റെ പരിപാടി വന്നോട്ടെ. നമുക്ക് റോഡ് ഈ അതിവേഗത്തിലോ അല്ലെങ്കിൽ അർദ്ധവേഗത്തിലോ ഉള്ള റെയിൽ സംവിധാനം പോകണമെന്നേ ഉള്ളൂ. അല്ല, ഡിസ്കഷൻ നടത്താനുള്ള ആലോചന നടത്തിയിട്ടാണ് മന്ത്രിയുടെ അടുത്ത് പോയത്. അപ്പോഴാ മന്ത്രി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ശ്രീധരനായിട്ട് നമുക്ക് ആരോട് ആലോചിക്കുന്ന എന്തൊരു വിഷമം? ഞങ്ങൾക്കൊരു വിഷമമില്ല. ശരി. ലോകം കേരള സഭ നടക്കാറുണ്ട്. ലോകം കേരളമാകുമെന്നാണ് CM പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം ലോകമാകുന്നു, ലോകം കേരളമാകുന്നു, ലോക കേരള സഭ. പ്രതിപക്ഷം ഇത്തവണയും ലോക കേരള സഭ ബഹിഷ്കരിക്കാറുണ്ട്. അതിപ്പോൾ മലയാളം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാ വികസന പ്രക്രിയയിലും എതിരായിട്ട് നിൽക്കുക എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ് ഈ പറയുന്ന UDF. പിന്നെ അവരെ എതിന് പോകാനാ? അവർക്ക് ഇമാതിരിയുള്ള ഏതെങ്കിലും ചർച്ചയിൽ അവരുണ്ടോ? വമ്പിച്ച വിജയമാണ്, വളരെ മുന്നേറ്റം. ഇതുപോലെ ഒരു സംഭവം ലോകത്ത് വേറെ എവിടെയില്ലല്ലോ. നിങ്ങൾ ഈ പരാജയം പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് മനോരമക്കും മാതൃഭൂമിക്കെല്ലാം എഴുതാൻ. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടോ? ആ നാട്ടിൻ്റെ മുഴുവൻ മനുഷ്യരെയും ലോകത്തിൻ്റെ വിവിധ മേഖലയുള്ളവരെല്ലാം ചേർത്ത് പിടിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം ലോകത്ത് വേറെ എവിടെയില്ല, കേരളത്തിലേ ഉള്ളൂ. ആ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കേരള ലോകസഭ.